അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. നല്ല മഴ, ഞാൻ ആകെ നനഞ്ഞ് ചീഞ്ഞിട്ടാണ് ഇരിക്കണേ. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും മേടിച്ചില്ല. അപ്പോൾ ഒരു ബാഗ് വാങ്ങിച്ചു. ബാഗ് മേടിച്ചിട്ടുണ്ട്. കുറേ നമുക്ക് ഭയങ്കര വിലയായിട്ട് ആ സാധനങ്ങൾക്കൊക്കെ ഞാൻ, പക്ഷെ ഒരു വല്ലാണ്ടൊന്നും ഒരുപാട് വില നിർത്തില്ല. കുറച്ച് കുഴപ്പമില്ല തോന്നിയ സാധനം വാങ്ങിച്ചെടുത്തോളൂ. എല്ലാ അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ള സാധനങ്ങളാണ്. ഇതിന് 560 രൂപയായി കേട്ടോ ബാഗിന്റെ വില. നോക്കുമ്പോ അവിടെ 1000 ബാഗ് ഇരിക്കണേ. അത് 560 രൂപയുടെ ബാഗാണ്. പക്ഷെ ഞാൻ 2-3 വർഷമൊക്കെ ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടാ ബാഗ് മേടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കൊല്ലം ബാഗ് മേടിക്കാറില്ല. പിന്നെ പുസ്തകം പൊതിയാൻ 2 പേപ്പർ മേടിച്ചത്. ഇനിയിപ്പോൾ ഇതൊക്കെ പൊതിഞ്ഞില്ലാക്കി കൊടുക്കണം. ഇതിന് 60 രൂപയും ഇതിന് 80 രൂപ വില. പിന്നെ ഒരു ബോക്സ് വെച്ചു. ബോക്സിലുള്ള സാധനങ്ങൾ ഒരു പേനുണ്ട്, കടലാസ് പെൻസില്, പിന്നെ ഇതിട്ടാണോ അങ്ങനെ ഒരു ബോക്സ് വെച്ചു. ഇതിന് 90 രൂപയായിട്ടാണ് കറക്കുന്നത്. ഇതിന് 90 രൂപയായി. പിന്നെ നടരാജരൊക്കെ 170 ഉണ്ട്. ഞാൻ വിളിച്ചു ഒന്നും വേണ്ടായിരുന്നു, അത്യാവശ്യം ഉപയോഗിക്കില്ല വേണ്ടി വെച്ചിട്ട് ഇത് വാങ്ങിച്ചു. പിന്നെ ഈ പെൻ വാങ്ങിച്ചു. ഇതിന് 5 എണ്ണത്തിന് 23 രൂപ. മുഴുവൻ പൊതിഞ്ഞുണ്ടാക്കണം. വരയിടാത്ത 10 ബുക്ക് വാങ്ങിച്ചു. 27 രൂപ വില. ഒരു ബുക്കിന് 27 രൂപ. അങ്ങനെ 10 ബുക്ക് വരയിടാത്തത് വാങ്ങിച്ചു. അപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് ആയില്ല. പിന്നെ വരയിടാത്ത ബുക്കിലാണ് ടീച്ചർ എഴുതിക്കുന്നത്. ബേസിക് ഒഴിച്ചു. പിന്നെ വരയിട്ട 3 ബുക്ക് വാങ്ങിച്ചു. പിന്നെ ഞാൻ മീഷോയിലൊരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായില്ല. നല്ല ബുക്കാണ് കേട്ടോ. റഫ് ബുക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ബുക്കാണ് ഇത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഹിന്ദിയും ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ് വരയിട്ടത്. ബാക്കിയുള്ളതൊക്കെ വരയിടാത്ത ബുക്കിൽ എഴുതിക്കുക. അപ്പോൾ റഫ് ബുക്കിനായിട്ട് ഞാൻ മീഷോന്ന് വാങ്ങിച്ച ബുക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. നോക്കിക്കോളൂ, നല്ല ബുക്കാണ്. ആവശ്യമുള്ള ആൾക്കാർ വാങ്ങിച്ചോളൂ. ഞാൻ അതിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് സെല്ലോ ടൈപ്പ്. പിന്നെ ഒരു സ്റ്റാർട്ടർ. പിന്നെ എന്തിനാണെന്ന് അറിയില്ല, എനിക്ക് എല്ലാ പ്രാവശ്യവും സ്കൂൾ തുറക്കുമ്പോൾ സെല്ലോ ടൈപ്പ് മേടിച്ചിട്ട് ഒരു സമാധാനം കിട്ടില്ല. ഒരാവശ്യമില്ലായിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് തവണ ഉണ്ടാവും. ഇവർ കണ്ടോടത്തോ മുഴുവൻ തൊട്ടിക്കും. പക്ഷെ ഞാൻ സമാധാനത്തിന് വാങ്ങിച്ചതാണ്. പിന്നെ വെള്ളക്കുപ്പി വാങ്ങിച്ചു. സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങിക്കാറ്. പക്ഷെ പ്ലാസ്റ്റിക്കിൻ്റെ കാണാനൊക്കെ ഭംഗി നോക്കിയിട്ടൊക്കെ വാങ്ങിക്കൂട്ടാ. പിന്നെ ഇവിടെ വന്ന് നോക്കി 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവരുടെ കയ്യിൽ താഴ്ത്തി വീഴാണെങ്കിൽ ഈ കുപ്പിയുടെ ഇവിടെ പൊട്ടിയിട്ടുണ്ടാവും. പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഇവർ വെള്ളം കൊണ്ടുപോയില്ല. എന്നിട്ട് അവിടുന്ന് വെള്ളം കുട്ടിയോ സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പം ഞാൻ ഇത് വാങ്ങിച്ചു. ഇതിന് വന്നത് 150 രൂപയാണ്. ഈ ഉള്ളിൽ ഇങ്ങനെ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ സ്റ്റീലാണ്, കുഴപ്പമില്ല, നല്ല വിലയുണ്ട്. പിന്നെ 350 രൂപയുടെയൊക്കെ ഉണ്ട്. ഇത് 150 രൂപയുടെയാണ് കേട്ടോ. സ്റ്റീലിൻ്റെ കുപ്പിയാണ്. പിന്നെ ഒരു ചോറും പാത്രം. പണ്ടൊക്കെ നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരു ചോറും പാത്രം കൊണ്ടുപോയി കൊല്ലം ചോറും പാത്രം വാങ്ങിക്കണം. കാരണം ഇത് പൊട്ടും എങ്ങനെ പറഞ്ഞറിയില്ല. ഈ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ടാവും. നിങ്ങളുടെയൊക്കെ അങ്ങനെ പൊട്ടാറുണ്ട്? നിങ്ങളുടെ മക്കളിലൊക്കെ പൊട്ടാറുണ്ട് പറഞ്ഞോട്ടെ. അങ്ങനെ ഇതിൻ്റെ സൈഡൊക്കെ കൂടി പൊട്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ചോറ് ഞാൻ എന്താ പറയുക, വട്ടം ഇങ്ങനെ ഉയരം കുറവാണ്. പക്ഷെ ഇങ്ങനെ വട്ടത്തില്ല. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാരി കഴിക്കാനൊക്കെ നല്ലതല്ലേ വെച്ചിട്ട് അത് ഒരെണ്ണം കാണിച്ചു. ഇതിനെന്താ വിലയെന്നറിയോ? 235 രൂപ കേട്ടോ. ഈ ചോറ് പാത്രത്തിന് 235 രൂപ. പിന്നെ ഒരു കൂട്ടാൻ എൻ്റെ കയ്യിലുണ്ട്. എന്നാലും ഞാൻ വാങ്ങിക്കും. എല്ലാ കൊല്ലവും മേടിക്കും. എന്നിട്ട് അത് 2 ദിവസമൊക്കെ കൂട്ടാൻ ഇതിൽ ഉപ്പേരിയൊക്കെ കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് ഇവർ പറയും ഇതിൽ തന്നെ ഇട്ടാൽ മതി, കഴുകാൻ പഠിച്ചിട്ട് അവർ മതി ഇതിൽ തന്നെ ഇട്ടാൽ മതി പറഞ്ഞിട്ട് അത് കൊണ്ടുപോകും. ഇതിന് 75 രൂപ ഇട്ടാണ് വാങ്ങിച്ചു.
പിന്നെ വാങ്ങിച്ചത് ചെരുപ്പ്. അയ്യോ ചെരുപ്പ് വാങ്ങിച്ച ചെരുപ്പ്. ഇതിനെന്താ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 460 അല്ലടാ, 460 രൂപ. ഇതിന് ചെരുപ്പിൻ്റെ 460 രൂപ. അങ്ങനെ കുഴപ്പമില്ല തോന്നുന്നു. മഴ നന്നെ കേട് വരുന്നിട്ടെല്ലാം തോന്നുന്നുണ്ട്. അപ്പോൾ 460 രൂപ ചെരുപ്പ് വാങ്ങിച്ചു. പിന്നെ ഞാൻ വാങ്ങിച്ചതെന്നറിയോ, ഞാൻ ബ്ലൗസ് പീസ് എടുക്കണം വിചാരിച്ചതാണ്. ഇത് യൂണിഫോമിൻ്റെ ഇവരുടെ യൂണിഫോമിൻ്റെ തുണിയാണ് കേട്ടോ. അപ്പോൾ സ്കൂളിൽ യൂണിഫോം കൊടുക്കാന്നൊക്കെ പാൻറ്റിൻ്റെ തുണിയത്. അപ്പോൾ സ്കൂളിൽ നിന്ന് യൂണിഫോം കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. 2000 സംതിങ് ഉറുപ്പ്യ കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് തയ്ച്ച് തരും അവർ. പക്ഷേ ഞാൻ ഇത് വെച്ചിട്ടുണ്ടെങ്കിലേ അത്ര വില ഉണ്ടാവില്ല പുറത്തുനിന്ന് വിചാരിച്ചിട്ട് ഞാൻ. പക്ഷെ എനിക്ക് തോന്നുന്നു ആ തുണീനേക്കാളും കുറച്ചും കൂടി നല്ല തുണി ക്വാളിറ്റി ഉണ്ട് കേട്ടോ തുണിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ അത്ര പൈസ ആവില്ല എന്ന് തോന്നി എനിക്ക്. പക്ഷെ ഇപ്പോൾ പോയി നോക്കിയപ്പോൾ ഈയൊരു പാൻറ് തുണി എത്ര എടുത്ത് 260. ഇത് 260 എടുത്തത്. ഇതിന് മീറ്ററിന് 330 രൂപ, 800 സംതിങ് ഉറുപ്പ്യ ചെയ്യുന്നിട്ട്. ഇനിയിപ്പോൾ അത് തയ്ച്ച് ഷർട്ടിനുള്ള തുണി കിട്ടിയതുമില്ല. ഷർട്ടിൻ്റെ തുണി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പോകേണ്ടി വരുമ്പോൾ പറഞ്ഞിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിന് തയ്യൽ കൂലി നല്ല പൈസയാവും. അപ്പോൾ ഇത് കൊടുത്തു. പിന്നെ അത്ര വേറൊന്നും വാങ്ങിച്ചില്ലല്ലോ, വേറൊന്നും മേടിച്ചില്ല. പിന്നെ വേറൊന്നും വാങ്ങിച്ചില്ല. ഇത്ര വാങ്ങിച്ചോളൂ. അപ്പോൾ നിങ്ങളൊക്കെ വാങ്ങിച്ചോന്ന് പറഞ്ഞോളൂ കേട്ടോ. പിള്ളേർക്ക് സ്കൂളിൽ പോകാറായില്ലേ. പക്ഷെ മഴയൊക്കെ കാണുമ്പോൾ എനിക്ക് വിഷമമാണ്. സ്കൂൾ തുറക്കണ്ടാന്ന് തോന്നും. പിള്ളേർ 2 മാസമൊക്കെ വീട്ടിൽ മഴയൊക്കെ ഇഷ്ടമില്ല. പിന്നെ മഴയൊക്കെ ആകുമ്പോഴേ ഭയങ്കര വിഷമമാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. ശരി, ഇനി അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം.